എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. നമുക്കിന്നൊരു പടവലോ ചെറുപയറും വെച്ചിട്ട് തോരനുണ്ടാക്കാം. പടവല നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതിന് വേണ്ടിയുള്ള തേങ്ങ, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, മഞ്ഞള്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളപ്പിച്ച ചെറുപയറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മളുടെ പടവല ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാം. ഇത് പകുതി വെന്തതിന് ശേഷമാണ് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പടവലം പകുതി വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുളപ്പിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പയറാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പയറ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇതും കൂടി ഒന്ന് വെന്ത് വരുമ്പത്തിന് നമുക്ക് ഈ കൂട്ടുകളെല്ലാം ഒതുക്കിയെടുത്ത് വരാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒതുക്കി വെച്ച ഈ കൂട്ടില്ലേ തേങ്ങ, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കിയിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചു. ഈ തോരൻ നമുക്ക് വെന്ത് വരുമ്പത്തിന് നമുക്കതിലേക്കുള്ള വറവ് പൊട്ടിക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാ. ഞാൻ 5-6 വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി തൊണ്ടോടുകൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട ടേസ്റ്റ് ഭയങ്കര. കടുവൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കണേ. കാരണം നമ്മുടെ വീട്ടിൽ പടവലുള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതെന്ന് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഈ രീതിയിൽ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.